windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ അഴിച്ചെടുക്കാതെ പ്രഷർ പമ്പ് ഉപയോഗിച്ച് എങ്ങനെ സർവീസ് ചെയ്ത് നല്ല രീതിയിൽ എയർ ഫ്ലോ കൊണ്ടുവരാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു വാൾ മൗണ്ടഡ് സ്പ്ലിറ്റ് എയർ കണ്ടീഷനാണ്. ഇതിന് തീരെ എയർ ഫ്ലോ ഇല്ല, കാരണം ഫിൽറ്ററും കോയിലും എല്ലാം നല്ല രീതിയിൽ ബ്ലോക്ക് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒട്ടും തന്നെ എയർ ഫ്ലോ അതിൽ നിന്നും വരുന്നില്ല. ഫിൽറ്ററിൻ്റെ എല്ലാം അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം, ഫുള്ളി ബ്ലോക്കായി ഇരിക്കുകയാണ്. കൂടാതെ ഇതിൻ്റെ കോയിലും ബ്ലോവറും നല്ല രീതിയിൽ അഴുക്കുണ്ട്. ബ്ലോവർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അകം നല്ല രീതിയിൽ അഴുക്കുണ്ട്. ആദ്യമായി നമ്മൾ ഇൻഡോർ കവർ എല്ലാം സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈബർ പാർട്സ് ആയതിനാൽ തന്നെ പെട്ടെന്ന് ബ്രോക്കൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം അഴിക്കുക. എക്സ്പീരിയൻസ് ഉള്ള ഒരു ടെക്നീഷ്യനെ വിളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ സ്വയം അഴിക്കുകയാണെങ്കിൽ അത്രയും കെയർഫുള്ളായിട്ട് മാത്രം അഴിക്കാൻ നോക്കുക. നമ്മൾ ഇൻഡോറിൻ്റെ കോയിലെല്ലാം സെപ്പറേറ്റ് ആക്കി ഇൻഡോറിൻ്റെ കവറെല്ലാം അഴിച്ചു മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ കോയിൽ മാത്രമായി കാണാൻ കഴിയും. പിന്നെ ആ സ്വിങ്ങിൻ്റെ മുകളിലുള്ള ആ ഒരു ഫ്ലിപ്പും അഴിച്ചു മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സർവീസിൻ്റെ കിറ്റ് ഇതേപോലെ ഇടുക. മുകളിലും അടിഭാഗത്തുമായി ഇൻഡോർ അല്പം ഉയർത്തിയതിന് ശേഷം ഇതേപോലെ കവർ അടിഭാഗത്തേക്ക് കണക്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിൻ്റെ ഇലക്ട്രോണിക് പാർട്ടുകളിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെള്ളം നനഞ്ഞാൽ ഇതിൻ്റെ PCB ബോർഡും മറ്റുമെല്ലാം ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഇതേപോലെ സിബിട്ട് വെള്ളം വീഴാതെ സേഫായി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിലും താഴെയും എല്ലാം നമ്മുടെ സർവീസിൻ്റെ കിറ്റ്, സർവീസ് കവർ നല്ലതുപോലെ കണക്ട് ചെയ്ത് PCB ബോർഡ് സിബിട്ട് കവർ ചെയ്തതിന് ശേഷം പ്രഷർ പമ്പ് ഉപയോഗിച്ച് ഇതേപോലെ ബ്ലോവറും കോയിലും നല്ല രീതിയിൽ സർവീസ് ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള 360യുടെ നോസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗവും ഈസിയായി ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ക്ലീൻ ചെയ്യുമ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ മോട്ടറിൻ്റെ ഭാഗവും ഇലക്ട്രോണിക് കമ്പോണൻസും പ്രത്യേകം സൂക്ഷിക്കുക. അവിടെയൊന്നും വെള്ളം വീഴാതെ നല്ല രീതിയിൽ കെയർഫുള്ളായി മാത്രം ചെയ്യാൻ നോക്കുക. 360 നോസിലിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം ചെറിയ ഒരു ഡയറക്ഷനിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ 360 നോസിലിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻഡോർ യൂണിറ്റ് ഇതേപോലെ സർവീസ് ചെയ്യാവുന്നതാണ്. സർവീസ് ചെയ്തതിന് ശേഷം ഇതേപോലെ പ്രോപ്പറായി ഫിൽറ്റർ എല്ലാം വാഷ് ചെയ്ത് നമ്മുടെ ഇൻഡോറിൻ്റെ കവറെല്ലാം നമ്മൾ ഇളക്കിയ പോലെ തന്നെ തിരികെ ഫിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഫിൽറ്ററിൻ്റെ ബ്ലോക്ക് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം വേണം ഫിറ്റ് ചെയ്യാൻ. ഫിറ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായി ഫൈബർ പാർട്സ് ഒന്നും ബ്രോക്കൺ ആവാതെ സൂക്ഷിച്ച് ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയുന്നുണ്ട്, നല്ല രീതിയിൽ എയർ ഫ്ലോ തിരികെ വന്നിട്ടുണ്ട്. കാരണം ബ്ലോവറിലെയും കോയിലിലെയും എല്ലാ ബ്ലോക്കും നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ എയർ കണ്ടീഷൻ എങ്ങനെയാണോ എയർ ഫ്ലോ കിട്ടുന്നത്, അതുപോലെ തന്നെ നമുക്ക് എയർ ഫ്ലോ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ സർവീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്